ജോഗി ജി, ഡീൽ ഖതം. ഗെറ്റ് ദ ഫ്ലൈറ്റ് റെഡി. ഹലോ സാറേ, ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് വന്നേ. ഇൻസ്റ്റാഗ്രാമിലെ ചില പിള്ളേരെ പോലെ സാർ ഒരു അടിപൊളി റീൽ ചെയ്തു. ഈ വണ്ടിക്കാശും കൈവച്ച് തിരിച്ചു വിട്ടോ. വിട്ടോ? എന്റെ പേര് നിനക്കറിയോ? അശോക് തിവാരി. ഈ സ്റ്റേറ്റ് മുതൽ സെൻട്രൽ വരെ എന്റെ പേര് കേട്ടാൽ നിന്ന് വിറയ്ക്കും. എനിക്ക് പിച്ചക്കാശ് തരുന്നുടാ. ഞാനൊരു വേട്ടപ്പുലിയെ പോലെയാടാ. എട്ടിലോ പത്തിലോ ട്യൂഷൻ കഴിഞ്ഞു വരുമ്പോ രണ്ട് പുലി എന്റെ നേരെ ചാടി. അന്ന് രണ്ടും കൽപ്പിച്ച് നെഞ്ചി വിരിച്ച് ഞാനങ്ങ് നിന്നു. ഒരു പുലിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുഴറ്റിയെടുത്ത് തറയിലടിച്ചു. ഇത് കണ്ട് മറ്റേ പുലി പേടിച്ച് വിറച്ച് കാട്ടിലേക്ക് തിരിച്ചോടി. പുലികളുടെ കൂടെയാണോ ഞാൻ വളർന്നത്? നീ പുലിയാണെന്ന് പറഞ്ഞ ഞാൻ പേടിക്കുന്നു കരുതിയോ? കാടിന്റെ മകനാ ഈ ഭഗവന്ത് കേസരി. എന്നെ തൊട്ടാ ഞാനൊരു കാട്ടുതീയാകും. മുന്നിൽ വന്നു പെടുന്ന എന്തിനേയും കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ട് ഞാൻ കടന്നു പോകും. ബ്രോ, I don't care. എട്ടടി മുഖൻ അത്തിവിടർന്നു അടിമുടി വിറയ്ക്കും ചീറ്റി വരവായി. നിന്റെ കണ്ടീഷൻസ് പറ. എന്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, രാജാവിനേക്കാൾ ഉന്നതൻ ധീരനാണ്. രാജാവ് അവന്റെ സൈനിക ബലം കൊണ്ടാണ് ഉന്നതനായി തീരുന്നത്. ധീരൻ ചങ്കൂറ്റവും ആത്മബലവും കൊണ്ടാണ് ഉന്നതനായി തീരുന്നത്. ജോഗിജി, ഇനി ആ ജോക്കറുമായി ഡീലില്ല. നിങ്ങൾ ഓഫർ തരുന്നോ അതോ ഞാനിത് മീഡിയയ്ക്ക് കൈമാറണോ? നിനക്ക് എന്താ വേണ്ടത് പറ. രാഹുൽ സാങ്വി, എനിക്ക് അവനെ കൊല്ലണം. അതിന് നിങ്ങൾ അവസരം തരണം. മോളെ സേഫ് ആക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് വരാം. അവനോട് എത്ര പേരെ വേണേലും കൂട്ടിക്കോളാൻ പറ. ഔട്ട് ഓഫ് ലോ, ഔട്ട് ഓഫ് ജുഡീഷ്യറി. അതിനു വേണ്ട ഒരു സ്ഥലം ഫിക്സ് ചെയ്യും. അവിടെ വെച്ച് ഏറ്റുമുട്ടാം. ആരെങ്കിലും ഒരാളെ തിരിച്ചു വരും. അവൻ തിരിച്ചു വന്നാലും നിങ്ങൾക്ക് സേഫ്, ഞാൻ തിരിച്ചു വന്നാലും നിങ്ങൾക്ക് സേഫ്. എന്തോ ഈ കയ്യിലിട്ട് കുഴയ്ക്കുന്നേ? 3 മാസമായിട്ട് ഇവിടെ തന്നെ നിൽക്കല്ലേ, വീട്ടിലേക്കൊന്ന് പോകണ്ടേ? ആ രാഹുൽ സാങ്വി കാരണം നമ്മൾ പെട്ട് നിൽക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ആയിരുന്നു. പറഞ്ഞോ ഓക്കെ പറഞ്ഞോ. ബെസ്റ്റ് ഡീലായത്. ശരി, രാഹുലുമായിട്ട് എത്രയും പെട്ടെന്ന് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ വല്ല താല്പര്യമുണ്ടോ? നിങ്ങളുടെ രാഷ്ട്രീയം വേറെ, എന്റെ രാഷ്ട്രീയം വേറെ. നിങ്ങൾക്ക് കിട്ടിയ ജയം അല്ലെങ്കിൽ പരാജയം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, ജയം മാത്രമേ ഉണ്ടാവൂ. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും ഞാൻ. ജോഗിജി, 2 പേരിൽ ഒരാളെ അവശേഷിക്കുള്ളൂ. സ്ഥലം നിങ്ങൾ തീരുമാനിച്ചാലും ഞാൻ തീരുമാനിച്ചാലും, സമയം നിങ്ങൾ തീരുമാനിച്ചാലും ഞാൻ തീരുമാനിച്ചാലും, എപ്പോഴാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി. ഇനി ബാക്കി എന്താണ് ശുക്ലാജി? അത് നമ്മുടെ ആൾക്കാർക്ക് വളരെ നന്നായിട്ട് അറിയാം.